CPM സംസ്ഥാന കമ്മിറ്റിയിൽ 89 അംഗങ്ങളാണ്. അതിൽ തന്നെ 15 പുതുമുഖങ്ങൾ, 2 പേരെ സ്ഥിരപ്പെടുത്തുന്നു. അങ്ങനെ 89 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വരാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ് എങ്ങനെ നീളുന്നുണ്ട്. R ശ്രീത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീത്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗങ്ങൾ ആരൊക്കെയാണ്? ശ്രീത്ത്, ശ്രീത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 17 പേരാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സുരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, MV ജയരാജൻ, CN മോഹനൻ എന്നിങ്ങനെയാണ് ആ പട്ടിക. ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അത് 17 പേരാണ്. ആ പട്ടിക കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. 2 പേർ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. MV ജയരാജനും CN മോഹനും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. ശ്രീത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, 17 അംഗ സെക്രട്ടേറിയറ്റ്, അതിൽ തന്നെ 2 പേർ പുതുതായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് ശ്രീത്ത്? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എറണാകുളം സമ്മേളനത്തിന്റെ മാതൃകയിൽ ഇത്തവണ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ 17 അംഗ സെക്രട്ടേറിയറ്റ് തന്നെയാണ് ഇത്തവണ നിലവിൽ വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും പുതുതായി 3 പേർ എത്തിയിരിക്കുന്നു. KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിലും നേരത്തെ സെക്രട്ടേറിയറ്റിൽ സ്ഥിരാംഗമായിരുന്നില്ല. ഇപ്പോൾ KK ശൈലജയെ കൂടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടുത്തി. PK ശ്രീമതിയുടെ ഒഴിവിലാണ് KK ശൈലജയെ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. ശ്രീത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 പേരല്ല 3 പേർ പുതുതായി സെക്രട്ടേറിയറ്റിലേക്ക് ഇടം പിടിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവരാണ്: പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സുരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, MV ജയരാജൻ, CN മോഹനൻ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാകുന്നു. 3 പേർ പുതുതായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. MV ജയരാജൻ, അതുപോലെ CN മോഹനൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ടീച്ചർ കൂടി സെക്രട്ടേറിയറ്റിലാവുന്നു. വീണ ജോർജ് പ്രത്യേക ക്ഷണിതാവായി മാറുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പട്ടിക, അത് 17 പേരുടെ പട്ടിക പൂർണ്ണമായി പുറത്തു വരികയാണ്. അതിൽ 3 പേർ പുതുതായി എത്തുകയാണ്. അതിലൊന്ന് MV ജയരാജനാണ്, മറ്റൊന്ന് CN മോഹനാണ്. KK ശൈലജ ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സെക്രട്ടേറിയറ്റിൽ നിലനിർത്തുന്നു. പിണറായി വിജയൻ 1-ാം പേരുകാരനായി ഇടം പിടിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. 2-ാം പേരുകാരൻ MV ഗോവിന്ദൻ, EP ജയരാജൻ 3-ാം പേരുകാരൻ, KK ശൈലജ 4-ാം പേരായി ഇടം പിടിക്കുന്നു. TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, അങ്ങനെ നീളുന്നുണ്ട് പട്ടിക. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേരുന്നു. തനേഷ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ കാര്യത്തിലും വ്യക്തത വരികയാണ്. വിശദാംശങ്ങൾ തനേഷ്. സെക്രട്ടേറിയറ്റിലേക്ക് രാജ്യത്തെ 3 പുതുമുഖങ്ങളാണുള്ളത്. അതിൽ KK ശൈലജ നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമാണ്. കാരണം അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ നിലയിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. പക്ഷേ PK ശ്രീമതിയായിരുന്നു നേരത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. അവർ ഒഴിഞ്ഞ സാഹചര്യത്തിൽ KK ശൈലജയെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായി തീരുമാനിച്ചിരിക്കുന്നു ഇന്നത്തെ സംസ്ഥാന സമ്മേളനം. ഒപ്പം തന്നെ 2 പുതുമുഖങ്ങൾ, അതായത് ഒന്ന് MV ജയരാജനാണ്, മറ്റൊന്ന് CN മോഹനൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN മോഹനൻ. ഈ 2 പേരെയാണ് പുതുതായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത്.